നമസ്തേ. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠത്തിൻ്റെ ഔദ്യോഗിക ചാനലാണ് ഇത്. കഴിഞ്ഞ ശിവരാത്രിയുടെ സമയത്ത് നാം ശിവരാത്രിയെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചു. ഇപ്പോൾ ആശ്രമം എന്നത് സന്യാസികൾ താമസിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് സന്യാസത്തെക്കുറിച്ചും സന്യാസത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വേദം 4 ആയിട്ട് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളും ഉദ്ഘോഷിക്കുന്ന ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥം, അതിൽ മോക്ഷത്തെ പ്രാപിക്കുവാനുള്ള ആ ആശ്രമമാണ് സന്യാസ ആശ്രമം. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് വീഴുന്ന കുട്ടി മുതൽ വയോവൃദ്ധനായ സന്യാസി വരെ ആശ്രമത്തിലാണ്. ആ ശ്രമം ഭഗവാനെ, തൻ്റെ സ്വത്വത്തെ തിരിച്ചറിയുവാനുള്ള ശ്രമം ആണ് ആശ്രമം. ബ്രഹ്മചര്യ ആശ്രമത്തിലൂടെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കി, ഗൃഹസ്ഥാശ്രമത്തിലൂടെ അർത്ഥം നേടി, കാമ്യകർമ്മങ്ങളെല്ലാം വാനപ്രസ്ഥത്തിലൂടെ സാർത്ഥകമാക്കി, ഇതെല്ലാം വരുന്ന തലമുറയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സന്യാസത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജനിച്ച് വളർന്ന കുടുംബത്തിൻ്റെ 60 തലമുറയെ മുന്നിലും പിന്നിലും പവിത്രവൽക്കരിക്കുന്നു. സന്യാസോപനിഷത്ത് പ്രകാരം ഷഷ്ടിം കുലാനി അതീതാനി ഷഷ്ടിം ആഗാമികാനി ച കുലാനി ഉദ്ധരതേ പ്രാജ്ഞ സന്യസ്തം ഇതി യോഗതേ. അർത്ഥാത് ഷഷ്ടിം കുലാനി അതീതാനി, 60 കുലം, 60 പരമ്പര അതീതമായിട്ടുള്ളത്, കഴിഞ്ഞു പോയത്. ഷഷ്ടിം ആഗാമികാനി ച, വരാനിരിക്കുന്ന 60 തലമുറ. ഈ 2 പരമ്പരയെയും കുലാനി ഉദ്ധരതേ, അതിനെ ഉദ്ധരിക്കുന്നു, പാപവിമുക്തമാക്കുന്നു, സർവശ്രേഷ്ഠമാക്കുന്നു. കുലാനി ഉദ്ധരതേ പ്രാജ്ഞ സന്യസ്തം ഇതി യോഗതേ. സന്യസ്തം എന്ന് പറഞ്ഞുകൊണ്ട്, സന്യസ്തം മയാ എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസത്തെ സ്വീകരിക്കുന്ന ഒരു സന്യാസി, ഒരു വ്യക്തി തൻ്റെ 60 തലമുറ മുന്നും 60 തലമുറ വരാനിരിക്കുന്നത് പവിത്രവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് സന്യാസ ഉപനിഷത്തിൽ കാണാം, ഞാൻ സന്യസിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ തലമുറകളെല്ലാം തന്നെ ഏത് വിധത്തിലാണ് പവിത്രവൽക്കരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി സന്യസിക്കാത്ത ഒരു വ്യക്തി, ആ ഷഷ്ടിം കുലാനി അതീതാനി ആഗാമികാനി, ഒരാളെ സന്യസിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അതീതമായിട്ടുള്ള തലമുറ, അച്ഛൻ, അമ്മ, സകല ബന്ധുക്കൾ എല്ലാവരും ഉൾപ്പെടുന്ന ആ തലമുറയെ ത്യജിച്ചു കഴിഞ്ഞാൽ, ത്യജിക്കാനായിട്ട് നമുക്ക് ഒന്നുമില്ല. നമുക്ക് ത്യജിക്കാനായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ആ പുത്രേഷണ, ധനേഷണ, ലോകേഷണ, ഇത് 3നെയാണ് നമുക്ക് ത്യജിക്കുവാനുള്ളത്. അല്ലാതെ സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള നാം നേടിയിട്ടുള്ളതായിട്ടുള്ളതൊന്നും തന്നെ ത്യജിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം അതൊന്നും നമ്മുടേതല്ല. കഷ്ടപ്പെട്ട് പണിതുയർത്തിയ വീട് 2 വർഷം ടാക്സ് അടയ്ക്കാതിരുന്നാൽ അത് ജപ്തിയായി കൊണ്ടുപോകും. അപ്പോൾ അത് നമ്മുടേതായിരുന്നില്ല. നമ്മുടെ കയ്യുകളോ കണ്ണുകളോ കാലുകളോ ശരീരമോ ഒന്നും തന്നെ നമ്മുടേതല്ല. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. മോക്ഷത്തെ അടയുവാനുള്ള നാം ആരാണ്? നമ്മുടെ സ്വത്വത്തെ, നമ്മിലിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയുവാൻ ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങളാണ് ഈ ശരീരം. അങ്ങനെ ഒരു വ്യക്തി
സന്യസിച്ചു കഴിഞ്ഞാൽ ആ പിന്നീട് വരാനിരിക്കുന്ന ആഗാമികാനി തലമുറ ആ വ്യക്തിക്ക് ആരാണ്, ആ സന്യാസിക്ക് ആരാണ്? ആ സന്യാസിയുമായി ആരെല്ലാം ഇടപെടുന്നുവോ, ആ സന്യാസിയുമായിട്ട് ആർക്കെല്ലാം ബന്ധമുണ്ടോ, ആരെല്ലാം അദ്ദേഹത്തെ നിരന്തരമായി കാണുകയും സമ്പർക്കം ചെയ്യുന്നുവോ, അവരാണ് അദ്ദേഹത്തിന്റെ വരുന്ന തലമുറ. അതിന് രക്തബന്ധമോ കുടുംബബന്ധമോ ഒന്നുമല്ല അവിടെ പ്രശ്നം. അവിടെ കാര്യമായിട്ട് നോക്കുന്നത് ആരായിട്ടാണോ ഈ സന്യാസി ഇടപെടുന്നത്, അവരെയും പവിത്രവൽക്കരിക്കുന്നു. അതിന് തെളിവായിട്ട് ശാസ്ത്രം പറയുന്നു, സാധൂനാം ദർശനം പുണ്യം തീർത്ഥഭൂതാഹി സാധവ തീർത്ഥം ഫലന്തി കാലേന സദ്യ സാധു സമാഗമ. ഓരോ സാധുവിന്റെയും, സാധു എന്ന് പറഞ്ഞാൽ കാവിയെടുത്ത് സന്യസിച്ചവരെ മാത്രമല്ല, സജ്ജനങ്ങളെ സാധൂനാം ദർശനം പുണ്യം, സാധുക്കളുടെ ദർശനം തന്നെ പുണ്യമാണ്. തീർത്ഥഭൂതാഹി സാധവ, സാധുക്കളെല്ലാം തന്നെ മഹാതീർത്ഥങ്ങൾക്ക് തുല്യരായിട്ടുള്ളവരാണ്. തീർത്ഥം ഫലന്തി കാലേന, തീർത്ഥം മഹാതീർത്ഥങ്ങളില് കൈലാസം, അതുപോലെ കാശി, അങ്ങനെ മഹാക്ഷേത്രങ്ങളും തീർത്ഥങ്ങളുമൊക്കെ സന്ദർശിച്ചാൽ ഉണ്ടാകുന്ന ഫലം കാലേന, ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ വളരെ വൈകിട്ടോ ഒക്കെയാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. എന്നാൽ സദ്യ സാധു സമാഗമ, ആ മഹാതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ചാലുണ്ടാകുന്ന ഫലം ഒരു സാധുവിനെ ദർശിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് നേടാനാകും എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പോൾ സാധുവുമായി, ഒരു സന്യാസിയുമായി ആരെല്ലാം ബന്ധപ്പെടുന്നുവോ അവരെല്ലാം തന്നെ തന്റെ പാപങ്ങളെല്ലാം നീങ്ങി പവിത്ര